ശങ്കറിന് തന്റെ ജീവിതം മടുത്തിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അയാൾക്ക് വിരസത അനുഭവപ്പെട്ടു തുടങ്ങി. എല്ലാ ബന്ധങ്ങളിലും അയാൾക്ക് മടുപ്പ് അനുഭവപ്പെട്ടു. ജീവിതം എന്തിനാണെന്ന് പോലും അയാൾ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ഒടുവിൽ അയാൾ അത് തീരുമാനിച്ചു. അന്ന് രാത്രി അയാൾ നാടുവിട്ടു. യാത്ര എങ്ങോട്ടേക്കാണെന്ന് അയാൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം: ഒരിടത്തും തനിക്ക് സ്ഥിരമാക്കുവാൻ കഴിയില്ല. യാത്രയിലുടനീളം അയാൾ പല ജീവിതങ്ങൾ കണ്ടു. എല്ലാ മുഖങ്ങളിലും അയാൾ ആ മടുപ്പ് കണ്ടു. ജീവിത സാഹചര്യങ്ങൾ മടുത്തു തുടങ്ങിയിരിക്കുന്ന മുഖങ്ങൾ, ബന്ധങ്ങൾ മടുത്തു തുടങ്ങിയിരിക്കുന്ന മുഖങ്ങൾ, താൽക്കാലിക സുഖത്തിനായി ജീവിക്കുന്ന മുഖങ്ങൾ. ശങ്കരൻ യാത്ര തുടർന്നു. ഒരു ഉൾഗ്രാമത്തിലൂടെ അയാൾ നടക്കുകയായിരുന്നു. അവിടെ കണ്ട ഒരു ചായക്കടയിൽ അയാൾ കയറി. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളത് ശ്രദ്ധിച്ചത്. കുറച്ചകലെയായി ഒരു പട്ടി ആളുകൾ ചായ കുടിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ചായക്കടക്കാരനെ പേടിച്ചാണ് അങ്ങോട്ട് വരാത്തതെന്ന് ശങ്കരന് പിടികിട്ടി. ചായ കുടിച്ച ശേഷം അയാൾ കുറച്ച് പാല് അവിടെ നിന്ന് വാങ്ങി. കൊതിയോടെയുള്ള അവന്റെ ആ കുടി കണ്ടപ്പോൾ ശങ്കരനൊന്ന് ചിരിച്ചു. ശേഷം അയാൾ മുന്നോട്ട് പോകുവാൻ തുടങ്ങി. തൊട്ടുപുറകെ തന്റെ ആ പുതിയ സുഹൃത്തും. ശങ്കരൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവൻ തന്റെ പുറകെ കൂടുമെന്ന്. എന്തായാലും ശങ്കരൻ അത് ഇഷ്ടപ്പെട്ടു. അവർ മുന്നോട്ട് പോകുവാൻ തുടങ്ങി. ഇത്തവണ അവൻ കാണിക്കുന്ന വഴിയിലൂടെ ശങ്കരൻ നടക്കാൻ ആരംഭിച്ചു. ആൾതാമസം തീരെയില്ലാത്ത വഴികളിലൂടെ അവർ സഞ്ചരിക്കാൻ തുടങ്ങി. ആ രാത്രി അവർ വിശ്രമിച്ചില്ല. യാത്ര തുടർന്നു. പിറ്റേ ദിവസം പകലായപ്പോഴാണ് ശങ്കരൻ ആ കാര്യം മനസ്സിലായത്. പുതിയ സുഹൃത്തിന്റെ വഴി ഒരു കാട്ടിലാണ് എത്തിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും നടക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് കാടിന് പുറത്ത് പോകുവാൻ കഴിഞ്ഞില്ല. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചായിരിക്കുന്നു. വിശപ്പ് അയാളെ തിന്നുവാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും പുറത്തു കടക്കണമെന്ന ആഗ്രഹം അയാളിൽ നിറഞ്ഞു. അയാൾ പല രീതിയിൽ അതിനായുള്ള ശ്രമം നടത്തി. പക്ഷെ ഒന്നും തന്നെ അയാളെ പുറത്തെത്തിച്ചില്ല. ദിവസങ്ങൾ മുന്നോട്ട് പോയി. അപ്രതീക്ഷിതമായാണ് ശങ്കരൻ ആ കാഴ്ച കണ്ടത്. ഉടൻ തന്നെ അയാൾ അവിടേക്ക് ഓടുവാൻ തുടങ്ങി. എങ്ങനെയാണ് ഇതിന് പുറത്തേക്കൊന്ന് കിടക്കുക? ദിവസങ്ങളായി ഞാൻ ശ്രമിക്കുകയാണ്. ദയവായി എന്നൊന്ന് സഹായിക്കണം. ആ മനുഷ്യൻ പുഴയിലേക്ക് തന്നെ നോക്കിയിരുന്നു. വന്ന വഴി നീ മറന്നുവോ? ശങ്കരൻ അതിന് ഉത്തരമുണ്ടായില്ല. ഞാൻ സഹായിക്കാം. കാട്ടിൽ നിന്ന് മാത്രമല്ല, ഈ മായയിൽ നിന്ന് തന്നെ ഞാൻ പുറത്തു കടത്താം. പകരം എനിക്കൊരു സഹായം ചെയ്തു തരുമോ? തീർച്ചയായും, ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്നൊന്ന് പുറത്ത് കടത്തിയാൽ മതി. ഞാനൊരാശ്രമം നിർമ്മിക്കുന്ന ജോലിയിലാണ്. 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ജോലി തീരും. നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ നമുക്കത് പൂർത്തിയാക്കാം. ശങ്കരനൊന്ന് സ്തംഭിച്ചു. 3 മാസം അപ്പോൾ അയാളുടെ കൂടെ നിൽക്കണമോ? ആ ചോദ്യം ശങ്കരന്റെ മനസ്സിൽ കയറി. നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇന്ന് തന്നെ വഴി കാണിച്ചു തരാം. ശങ്കരൻ മറുപടിയൊന്നും പറഞ്ഞില്ല. വരൂ, ഞാൻ പുറത്തേക്ക് നിങ്ങളെ ആക്കിത്തരാം. ശേഷം അവർ നടക്കുവാൻ ആരംഭിച്ചു. നടക്കുമ്പോഴെല്ലാം ശങ്കരന്റെ മനസ്സ് ആശയക്കുഴപ്പത്തിൽ വീണു. പക്ഷെ ഒന്നും തന്നെ മിണ്ടിയില്ല. അവർ മുന്നോട്ട് നടന്നു. മണിക്കൂറുകൾ മുന്നോട്ട് പോയി. അങ്ങനെ ഒടുവിൽ അവർ കാടിന് പുറത്തെത്തി. വലിയൊരാശ്വാസം ശങ്കരനിൽ വന്നു. അയാൾ ആ മനുഷ്യനെ ഒന്ന് നോക്കി. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനിപ്പോൾ ഇവിടുന്ന് തിരക്കിട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ആശ്രമം പണിതിട്ടേ പോകുന്നുള്ളൂ. നീ എന്താ ഇത് പറയാൻ ഇത്ര വൈകുന്നതെന്നാ ഞാൻ ആലോചിച്ചിരുന്നത്. അങ്ങനെ ശങ്കരൻ ആ മനുഷ്യന്റെ പുറകെ നടക്കുവാൻ ആരംഭിച്ചു. എന്തോ ഒരു പ്രത്യേകത ആ മനുഷ്യനിൽ അയാൾക്ക് അനുഭവപ്പെട്ടു. പക്ഷെ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. സാധാരണ രീതിയിലുള്ള ഒരു ചോദ്യവും ശങ്കരൻ അയാളോട് ചോദിച്ചില്ല. ചോദിക്കാൻ തോന്നിയില്ല. അങ്ങനെ നടന്ന് അവർ ആശ്രമമുള്ള സ്ഥലത്തെത്തി. ഏകദേശ പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി കുറച്ച് പെയിന്റിങ്ങും ഡെക്കറേഷൻ പണികളും മാത്രമേ ഉള്ളൂ. പെയിന്റെല്ലാം അവിടെ വാങ്ങി വെച്ചിട്ടുമുണ്ട്.
ശങ്കരൻ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേയുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു പെയിന്റർ ആവുക എന്നത്. പക്ഷേ കുട്ടിക്കാലത്ത് ഒരു തവണ പോലും അത് ചെയ്യാൻ സാധിച്ചില്ല. സാധിച്ചതോ ഇതാ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വളരെയധികം ആസ്വദിച്ച് ശങ്കരൻ അത് ചെയ്യുവാൻ തുടങ്ങി. ഉടനടി തന്നെ ആ ജോലി അയാൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ശങ്കരനെ കൂടുതൽ സന്തോഷത്തിലാക്കി. ആ മനുഷ്യനും പെയിന്റിംഗ് ആസ്വദിച്ച് ചെയ്യുന്നു. എനിക്ക് പെയിന്റിങ് ചെറുപ്പത്തിലെ ഒരു സ്വപ്നമായിരുന്നു. ഇപ്പോഴാ അത് സാധ്യത. എങ്ങനെയാ, പെയിന്റിങ് ഇഷ്ടമാണോ? ശങ്കരൻ ആ മനുഷ്യനോട് ചോദിച്ചു. അല്ല, ആസ്വദിച്ച് ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ആ മറുപടി ശങ്കരനെ ചെറുതായി ഒന്ന് അത്ഭുതപ്പെടുത്തി. താല്പര്യമില്ലാതെ എങ്ങനൊരു ജോലി ആസ്വദിക്കാൻ പറ്റും? ആ ചോദ്യം ശങ്കരൻ മനസ്സിൽ ചോദിച്ചു. ദിവസങ്ങൾ മുന്നോട്ടു പോകുവാൻ തുടങ്ങി. പെയിന്റിംഗ് അവർ തുടർന്നുകൊണ്ടിരുന്നു. മറ്റു ജോലികളൊന്നും തന്നെ അവർ ചെയ്തില്ല. ഈ ജോലി കഴിഞ്ഞിട്ട് മതി ബാക്കി ജോലികൾ എന്നാണ് ആ മനുഷ്യന്റെ നിർദ്ദേശം. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടു പോയി. പെയിന്റിംഗ് തന്നെ അവർ തുടർന്നുകൊണ്ടിരുന്നു. ആഴ്ചകൾ കഴിഞ്ഞു. ആദ്യമായി ആയിരുന്നു ഒരൊറ്റ ജോലി മാത്രം ഇത്രയും ദിവസം ശങ്കരൻ ചെയ്യുന്നത്. കുറച്ച് സമയത്തേക്കെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ കൊള്ളാം എന്ന തോന്നൽ അയാളിൽ വന്നു. ഇനി കുറച്ചു ദിവസം മറ്റെന്തെങ്കിലും ചെയ്താലോ നമുക്ക്? അത് കഴിഞ്ഞ് വീണ്ടും ഇതിലേക്ക് തന്നെ വരാം. മടിച്ചാണെങ്കിലും ശങ്കരൻ ആ കാര്യം അയാളോട് പറഞ്ഞു. എന്തു പറ്റി? സ്ഥിരമായി ഇത് കുറേ നാൾ ചെയ്തപ്പോൾ ഒരു മടുപ്പ്. കുറച്ചു ദിവസത്തേക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ അത് ശരിയാവും. കുറച്ച് നാൾ ഇത് ചെയ്തപ്പോൾ മടുത്തു എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ജോലി മാറ്റേണ്ട പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മടുപ്പ് ഒരു പ്രശ്നമല്ലേ? മടുപ്പ് ഒരു പ്രശ്നമാണോ അതോ ഒരു യാഥാർത്ഥ്യമാണോ? ശങ്കരന് അതിനുള്ള ഉത്തരം കിട്ടിയില്ല. അയാൾ ആലോചിക്കുവാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തതായി എന്താണുള്ളത് ശങ്കര? എപ്പോഴും രസം തരുന്നതായി എന്താണുള്ളത്? ശങ്കരൻ വീണ്ടും ആലോചിക്കുവാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ എല്ലാം അവസാനം മടുക്കില്ലേ? മടുപ്പെന്നത് ജീവിതത്തിലെ ഒരു പ്രശ്നമല്ല, ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അത് പരിഹരിക്കേണ്ട ആവശ്യമില്ല, സ്വീകരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം ഒരു പ്രശ്നമായി മടുപ്പിനെ കണ്ടാൽ നിങ്ങളതിനെ പരിഹരിക്കാൻ ശ്രമിക്കും. ഇനി നിങ്ങളതിനെ ഒരു യാഥാർത്ഥ്യമായി കണ്ടാലോ, നിങ്ങളതിനെ സ്വീകരിക്കും. നിങ്ങൾ പ്രശ്നമായി കാണുമ്പോൾ നിങ്ങളത് മാറ്റാൻ ശ്രമിക്കും. ചിലപ്പോൾ ജോലിയാകാം, ചിലപ്പോൾ ആളുകളാകാം, ചിലപ്പോൾ സ്ഥലമാകാം. മടുപ്പിൽ നിന്ന് താൽക്കാലികമായി നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടുവാൻ സാധിക്കും. പക്ഷേ മടുപ്പ് നിങ്ങളെ വിടാതെ പിന്തുടരും. ഏത് മനോഹരമായ ജോലി വേണമെങ്കിലും നിങ്ങളെടുത്തോ, മടുപ്പ് അവിടെയും നിങ്ങളെ തേടിയെത്തും. മടുപ്പെന്നത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്, പ്രശ്നമല്ല. അതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ഇരിപ്പൊന്നുറയ്ക്കും. ശങ്കരൻ ആ മനുഷ്യനെ നോക്കി. മറുപടി ഒന്നും തന്നെ അയാൾക്ക് ലഭിച്ചില്ല. എന്തായാലും ആശ്രമം ഇപ്പോൾ കാണുവാൻ നന്നായി വരുന്നുണ്ട്. നീയും നന്നായി തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് ജോലിയൊന്നും മാറ്റണ്ട, പക്ഷേ ഒരു ചായ കുടിക്കാം. കാരണം എനിക്കും കുറച്ചൊക്കെ മടുത്തേ. അന്ന് രാത്രി ശങ്കരന് ആശ്രമത്തിൽ നിന്നും ഒരു പുസ്തകം ലഭിച്ചു. ഒരു ചുവന്ന ഡയറി. ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ കവിതകളാണ്. ശേഷം ശങ്കരൻ അത് വായിച്ചു നോക്കുവാൻ തുടങ്ങി. എല്ലാ വാതിലുകളും അടയ്ക്കൂ, ജനലുകളും കൊട്ടിയടയ്ക്കൂ. ഇരുട്ടിലിരുന്ന് എല്ലാത്തിനെയും നേരിടും. കുറച്ചു നേരം കഴിയുമ്പോൾ വാതിൽ തുറക്കൂ. വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾ തന്നെ വെളിച്ചമായി മാറിയിട്ടുണ്ടാകും. ഇരുട്ടിലൂടെ കടന്നു പോകുന്നവൻ വെളിച്ചമായി പുറത്തു വരുന്നു. ഇരുട്ട് അതിൻ്റെ ഉള്ളിൽ അത്ര ഇരുണ്ടതല്ല. ഇരുട്ട് നിങ്ങളിലെ വെളിച്ചത്തെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. വേദന നിങ്ങളിലെ സൗരഭ്യത്തെ പുറത്തേക്ക് പിഴിഞ്ഞെടുക്കുന്നു. മുറിവുകൾ ജ്ഞാനം തന്നിട്ടില്ലേ? മൂഢനായവൻ മൂഢനായി തന്നെ തുടർന്നിട്ടുണ്ടോ? നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് നന്ദി പറയും. എന്തുകൊണ്ടെന്ന് പിന്നീട് മനസ്സിലാകും.